ഞങ്ങളുടെ സഹോദരിമാരോട് ഇപ്പം പലതരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞത്. ഞങ്ങളെ നോക്കിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കുള്ള സഹോദരങ്ങളല്ല, വെറുതെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വാർത്ത. നമുക്ക് അറിയാം, മണിച്ചേട്ടൻ ഇന്ന് ജനഹൃദയങ്ങൾ ജീവിക്കുന്നൊരു വ്യക്തിയാണല്ലോ. എന്തുകൊണ്ടെന്നാൽ ഒരു സിനിമാ താരത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹം ജനങ്ങളോട് കാണിച്ച സാഹോദര്യ ബന്ധമാണ്. അപ്പോൾ സ്വന്തം സഹോദരങ്ങളോട് അദ്ദേഹം എന്ത് കാണിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയേണ്ടതുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഈ ദാരിദ്ര്യം ദുഃഖമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിനെ മറികടന്നൊരു സമയം ചേട്ടനുണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സ്നേഹം, അല്ലെങ്കിൽ ഒരു വലിയൊരു പടവൃക്ഷമായിട്ടാണ് ചേട്ടൻ ഞങ്ങൾക്ക് തണൽ തന്നത്. ഞങ്ങളുടെ 5 സഹോദരിമാർക്കും പിന്നെ എനിക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഞങ്ങൾക്ക് വയറു നിറച്ച ആഹാരം, നല്ല നല്ല വസ്ത്രങ്ങൾ, നല്ല നല്ല യാത്രകൾ എന്ന് വേണ്ട എല്ലാ തരത്തിലും മണിച്ചേട്ടൻ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, സഹോദരിമാരെ മക്കളുടെ വിവാഹം തുടങ്ങിയിട്ടുള്ള, ഇന്നിപ്പോൾ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ സഹോദരിമാർ 2 പെൺമക്കളും അതുപോലെ തന്നെ സഹോദരൻ്റെ മകളും ഇതൊക്കെ കല്യാണം കഴിപ്പിച്ചയച്ചത് മണിച്ചേട്ടനാണ്. പിന്നെ അവരെ വീട്ടിലെ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും മണിച്ചേട്ടൻ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പം അവിടെ ഉണ്ടായിരിക്കും. കാരണം നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് ആശുപത്രിയിലേക്ക് പോകാം. കാരണം അതിനപ്പുറത്തേക്കുള്ള വിളികളും അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഡോക്ടർമാർ വരുന്നു, നോക്കുന്നു. അപ്പോൾ അത്രയും ഓരോ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഓരോ സഹോദരിമാരുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചേട്ടൻ അത്ര കണ്ട് ഞങ്ങളെ പൊന്നുപോലെ കാക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചേട്ടൻ ഞങ്ങളെ നോക്കി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരിമാരെ മക്കൾക്കൊക്കെ നല്ല ഒരു ജീവിതം ഇന്നുണ്ടായി. അവരുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് ചേട്ടൻ്റെ ആത്മാവോടുകൂടി എന്നും ഉണ്ടാവും. കാരണം ഇപ്പോഴും ആ ദൈവത്തെ പോലെയാണ് അവർക്ക്. മണിയമ്മാവൻ എന്ന് പറയുന്നത് അവരുടെ ദൈവം തന്നെയാണ്. ചേട്ടന് ഞാനും ഒരു 6 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ അമ്മ എപ്പോഴും പറയും, ഇങ്ങനെ എന്നെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ അറിയിപ്പിച്ചാൽ അവനെ പിച്ചക്കാർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ചേട്ടന് ഭയങ്കര പേടിയാണ്. അങ്ങനെ ചേട്ടൻ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ 4ാം ക്ലാസ് കഴിഞ്ഞപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് എന്നെ എൻ്റെ 3ാമത്തെ സഹോദരൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു, അവിടെ നിന്ന് വളരട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ ചേച്ചിക്ക് മക്കളുണ്ടായിരുന്നില്ല ആ സമയത്ത്. വിവാഹം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് കുട്ടികളായത്. അങ്ങനെ അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് വരാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരും. ചേട്ടനൊരു സൈക്കിളുണ്ട്, സൈക്കിൾ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ ഒരു ദിവസം, അത് മുരിങ്ങൂരാണ്, ചാലക്കുടിക്ക് അടുത്ത് ഡിവൈൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതിനപ്പുറത്ത്. അപ്പോൾ ഞങ്ങളുടെ മണിച്ചേട്ടൻ്റെ ഇപ്പോഴത്തെ പാടി എന്ന് പറയുന്ന പറമ്പിൽ അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ പാടിയിലൊക്കെ ഞങ്ങളുടെ അച്ഛൻ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ പുഴ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡിവൈൻ്റെ അവിടെ ഒരു പോൾസൺ ഡിസ്റ്റിലറി എന്ന് പറഞ്ഞിട്ടൊരു പണ്ടൊരു ഒരു വ്യവസായശാല ഉണ്ടായിരുന്നു. അവിടേക്ക് ഇങ്ങോട്ട് കിടക്കാം. അത് ആ സ്ഥലത്തിനെയാണ് മുരിങ്ങൂർ എന്ന് പറയുന്നത്. അവിടെ തന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയാലാണ് ഞങ്ങളുടെ സഹോദരൻ. അപ്പോൾ ചേട്ടൻ ഒരു ദിവസം എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പുഴ നീന്തി കടന്ന് ആൾ വന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഉത്സവമാണ് അന്ന് വീട്ടിൽ ചാലക്കുടിയിൽ, ഞങ്ങളുടെ ചാലക്കുടി തട്ടകം കണ്ണമ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്. അപ്പോൾ എന്നെ ചേട്ടൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് ചേട്ടൻ്റെ തോളിൽ വെച്ചിട്ട് തന്നെ ഈ പുഴ നീന്തി കടക്കുകയാണ് ഇപ്പുറത്തേക്ക്. മുരിങ്ങൂരിന്ന് വീണ്ടും ചാലക്കുടിയിലേക്ക് ഈ പാടിയുടെ അവസ്ഥയ്ക്ക് നീന്തുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും അന്ന് മരിച്ചു പോകേണ്ടതാണ്. വലിയൊരു ചുഴിയിൽ പെട്ടിട്ട് ചേട്ടനും താന്നുപോയി, ഞാനും ഇടയ്ക്ക് താന്നു പോവും, പൊങ്ങി വരും. ആ രീതിയിൽ വെള്ളം കുടിച്ച് ഭയങ്കര ഇതാക്കി ഒരു കണക്കിന് ചേട്ടൻ എങ്ങനെയോ നീന്തി, ആ ഒരു വിൽ പവർ ഭയങ്കര, നീന്തി വെള്ളം കുടിച്ച് എന്നേക്കാൾ കൂടുതൽ ശ്വാസം കിട്ടാണ്ട് നീന്തി ചേട്ടനാണ്. അങ്ങനെ കരയിലേക്ക് എത്തിച്ച് പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ വയറൊക്കെ ഞെക്കിപ്പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് ഛർദ്ദിപ്പിച്ചിട്ടൊക്കെയാണ്. പിന്നെ അപ്പോഴേക്കും അച്ഛൻ ഓടി വന്ന്, ഞങ്ങളിങ്ങനെ മുങ്ങിപ്പൊങ്ങി വരണം കണ്ടപ്പോൾ ആരാന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും അച്ഛൻ ഓടി വന്ന് പിന്നെ ഞങ്ങളാണെന്ന് മനസ്സിലായി. ഞങ്ങളെ കുറേ ചീത്തയൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അന്ന് അതുപോലെ ഇങ്ങനെ ഇറുകി പിടിച്ച് കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് എനിക്കും ഉണ്ടൊരു കുഞ്ഞു വാവ എന്ന് പറഞ്ഞിട്ട്, എനിക്കും ഉണ്ടൊരു കുഞ്ഞു വാവ, ഭാരതെന്നു പേര് ലുട്ടപ്പിന്ന് വിളിക്കും, എനിക്കും ഉണ്ടൊരു കുഞ്ഞു വാവ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചേട്ടൻ പിന്നെ പാടിയിരുന്നു. അപ്പോൾ ഈ അടുത്താണ് അതിൻ്റെ പ്രൊഡ്യൂസറായുള്ള സതീഷ് ചേട്ടൻ പറയുന്നത്, നിങ്ങളിങ്ങനെ പുഴയിൽ മുങ്ങി മരിക്കാൻ പോയില്ലേ. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ചേട്ടൻ ആ പാട്ടിൻ്റെ ഒരു കഥാസാരം പിന്നെ സെറ്റ് ചെയ്ത് ആ പാട്ടുണ്ടാക്കിയതും അത് അഭിനയിച്ച് റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചേട്ടൻ അത്രയ്ക്കും എന്താ പറയുക, ഒരിക്കൽ പോലും ചേട്ടൻ എന്നെ
ചീത്ത പറഞ്ഞിട്ടില്ല. പക്ഷേ ചേട്ടൻ മരിച്ചതിന് ശേഷം ആരൊക്കെയോ ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു, ഞങ്ങൾ ചേട്ടനനിയന്മാർ അത്ര സൗഹൃദത്തിലല്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ സഹോദരങ്ങളെയും ഞങ്ങളെയൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹം എങ്ങനെയാണെന്ന് ഈ പറയുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം അത്രയ്ക്കും ജീവനായിരുന്നു. അങ്ങനെ ഈ ജീവൻ കൊടുത്ത് ജീവിപ്പിച്ച ഞങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് തന്നെയാണ് വേദനയെടുക്കുന്നത്. ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സിനിമയുമായി ബന്ധപ്പെട്ടതിന് ശേഷം വളരെ കുറഞ്ഞ ലൊക്കേഷനിലേക്കാണ് ഞാൻ പോയത്. ആ ഒരു വിളിയും കാതോർത്ത് ലൊക്കേഷനിലേക്ക് അന്ന് പോയി. പിന്നെ സമ്മർ ഇൻ ബെത്ലഹേമിൽ ചേട്ടൻ ചേട്ടൻ ഊട്ടിയിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ചേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി ഡ്രൈവറുടെ കൂടെ ഞാൻ പോയി ചേട്ടനെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഒരു സംഭവം, ചേട്ടനെ തട്ടിക്കൊണ്ടുപോകുന്നൊരു കേസ് എന്തോ ഉണ്ടായിരുന്നു. അത് ഇളമുറ തമ്പുരാൻ എന്നൊരു ചിത്രം കൊട്ടാരക്കരയിലോ ആ പരിസര പ്രദേശങ്ങളിലങ്ങാണ്ട് നടക്കുന്ന സമയത്ത് എന്തോ ജെയിംസ് ബോണ്ട് 007 സംതിങ് അങ്ങനെ എന്തോ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ ഡേറ്റ് കൊടുത്തിട്ട് ചേട്ടനെ ഒരു ദിവസം എന്തോ ബ്ലോക്ക് ചെയ്ത് വെക്കുക, തടഞ്ഞു വെക്കുക, അങ്ങനെ അന്ന് വലിയ വാർത്തയായിരുന്നു. കലാഭവൻ മണിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പേടിച്ചിട്ട് വീണ്ടും കരഞ്ഞ് ചേട്ടൻ്റെ ഈ ഡ്രൈവറുടെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ ആൾ ഓക്കെയാണ്, ലൊക്കേഷനിൽ ഇളമുറ തമ്പുരാൻ്റെ ലൊക്കേഷനിൽ ഉണ്ട് ആൾ. അങ്ങനെ അന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചത് ഒരു ചിങ്ങം 1 ചേട്ടൻ ഞങ്ങൾ ചാലക്കുടി അമ്പലത്തിൽ തൊടുന്ന സമയത്ത് ഞാനും പിന്നെ തൊഴുതിറങ്ങി, നീ പോരുന്നുണ്ടോ, നമുക്കിന്ന് പെരുമ്പാവൂർ ഷൂട്ടിംഗ് ഉണ്ട്, അതിൻ്റെ പൂജയാണ്, അതിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ വണ്ടി കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു ഷോട്ട് എടുക്കണം, അപ്പോൾ അനീനെ നിർത്തുമെന്ന് ചോദിച്ചു. അങ്ങനെ ബിന്ദു പണിക്കർ ഒരു ബ്രദറിൻ്റെ റോളായിട്ട് ബാംബു ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ അലി അക്ബർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു മൂവി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് ആദ്യമായിട്ട് അങ്ങനെയാണ്. പിന്നെ ചേട്ടൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം വരെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ സിനിമകളിൽ മാത്രമാണ് ചേട്ടൻ്റെ ഒപ്പം പോയത്, ലൊക്കേഷനിൽ പോയത്. ചേട്ടനും ഞാൻ പിന്നെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് 420 എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ. അതായത് ഒരു ചിത്രത്തിൽ ചേട്ടൻ്റെ പ്രതിബിംബം കാണുന്നത് പോലെ തന്നെ ഒരാളപ്പുറത്തുനിന്ന് അഭിനയിക്കണം. അപ്പം ചേട്ടനെ പോലെ തന്നെ ഏകദേശം ഒരു ഫിഗറൊക്കെ മീശയൊക്കെ വെച്ച് സെറ്റപ്പാക്കി തന്ന് കഴിഞ്ഞപ്പോൾ അതേ ആക്ഷനിൽ തന്നെ ചെയ്യണം. അങ്ങനെ ചേട്ടൻ ചെയ്ത അതേ ആക്ഷൻ. അപ്പോൾ ചേട്ടനിൽ നിന്ന് കിട്ടി എനിക്ക് ആദ്യം ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ഈ നമ്മളൊരു അലമാരുടെ മുമ്പിൽ നോക്കുമ്പോൾ നമ്മുടെ വലത് കൈ പൊങ്ങുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇടത് കൈ പൊങ്ങണം. അപ്പോൾ അങ്ങനെ ഒരു പ്രതിബിംബം അഭിനയിക്കുന്ന പോലെയാണ് ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു, ഞാനിങ്ങനെ നിൽക്കുന്നു അതുപോലെ. അപ്പോൾ 2 പ്രാവശ്യം റിഹേഴ്സൽ തന്നു. ഫസ്റ്റ് ടേക്കിന് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടേക്കിനാണ് ഇതെല്ലാം ഓക്കെ. അപ്പോൾ എല്ലാവരും കൈയടിച്ച് കഴിഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞത് അതാണ് എൻ്റെ അനിയൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്ന ഒരു സമയം. എൻ്റെ വളർച്ചയിൽ ഒരുപാട് ചേട്ടൻ ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ കലാഭവൻ മണിയുടെ അനുജനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേര് മിസ്യൂസ് ചെയ്തുകൊണ്ടൊരു സ്ഥാനത്ത് ഞാൻ കയറി ചെന്നിട്ടില്ല. കാരണം സിനിമാ രംഗത്ത് തന്നെ ഇപ്പോൾ വീട്ടിൽ മമ്മൂട്ടി വന്നിട്ട്, ചേട്ടൻ്റെ വീട്ടിൽ മമ്മൂട്ടി വന്നിട്ട് തന്നെ ഞാൻ ആ മമ്മൂട്ടിയെ കാണാൻ പോലും ഞാൻ മുമ്പിലേക്ക് ചെന്നിട്ടില്ല. അപ്പോൾ ഞാൻ മാറി നിന്ന്, ചേട്ടൻ നേരത്തെ പറഞ്ഞു നമുക്ക് കലയിൽ വലിയ ഉന്നതങ്ങളിൽ എത്തണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആ കലാ പരിശീലനത്തിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കലാകാരനായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയോ എനിക്ക് വലിയ പരിചയങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ RLVയിൽ പഠിക്കാൻ പോകുന്നതും അതിനുള്ള സഹായങ്ങളൊക്കെ ചേട്ടൻ ചെയ്യുന്നതും. ഈ RLV പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, RLV MG യൂണിവേഴ്സിറ്റിയിലേക്ക് അഫിലിയേഷൻ കിട്ടിയ സമയത്ത് ചേട്ടൻ നല്ല ഒരു സിനിമ നടനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, അപ്പോൾ MG കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ആ 4-5 ഇനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, അപ്പം എനിക്ക് വലിയ സന്തോഷമായിരുന്നു, ചേട്ടൻ ഉണ്ടല്ലോ പൈസ സാമ്പത്തികം മുടക്കാൻ. പണ്ട് എന്താ പറയുക, കലോത്സവത്തിന് പോയ ഒരു അവസ്ഥയല്ലല്ലോ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കണം, ഇത്തിരി പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, ഈ മത്സരത്തിലൊന്നും പങ്കെടുക്കാൻ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് കല എന്ന് പറഞ്ഞാൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അത് ഒരു ജീവിത മാർഗം തന്നെയാണ്, അതിനെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകണം, അത് ഒരിക്കലും മത്സരിക്കാൻ വേണ്ടി പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെന്നാലും ഒരു കുട്ടിയല്ലേ, മത്സരിക്കാൻ ആദ്യമായിട്ട് ആ 10ാം ക്ലാസ്സിലെ കലോത്സവത്തിൽ പങ്കെടുത്തതിന് ശേഷം പിന്നെ എനിക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആകാംക്ഷയിലായിരുന്നു. അങ്ങനെ പിന്നെയും ചേട്ടൻ അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നിട്ട് അങ്ങനെ ചേട്ടൻ കുറച്ച് പൈസ തന്നു. അങ്ങനെ ചേട്ടൻ എൻ്റെ അതനുസരിച്ച് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം
ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ഈ കയ്യിൽ തന്നയിച്ച പൈസ കഴിഞ്ഞു. കാരണം ഓരോ ദിവസം ഓർക്കസ്ട്ര വെച്ചിട്ട് വേണം നമുക്കിത് കളിക്കാനായിട്ട്. ഒരു ദിവസം ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ഓട്ടംതുള്ളൽ, ഫാൻസി ഡ്രസ്സ് ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. പിന്നെ അപ്പോൾ ഫസ്റ്റ് ചേട്ടൻ ദുബായിൽ പോയി വന്നപ്പോൾ എനിക്ക് ചെറിയൊരു കൈ ചെയിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു സച്ചിൻ്റെ മോഡൽ കൈ ചെയിൻ. ഈ കൈ ചെയിൻ ഞാൻ എന്ത് ചെയ്തു, പൈസ തികയാണ്ടായപ്പോൾ കോട്ടയത്ത് ഒരു കടയിൽ ഞാൻ വിറ്റു, ഞാൻ കൊണ്ടുപോയി. എന്നിട്ട് ആ പൈസ വാങ്ങിച്ചിട്ടാണ് ഞാൻ പിന്നെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. അതേസമയം തന്നെ എനിക്ക് തോന്നുന്നു കരിമാടിക്കുട്ടനാന്ന് തോന്നുന്നുണ്ട് അവിടെ ഷൂട്ടിംഗ് നടക്കണ്ടായിരുന്നു. അങ്ങനെ അതെ, കരിമാടിക്കുട്ടനാണ്. കാരണം ആ തല മുട്ടയടിച്ചിട്ടാണ് ചേട്ടൻ പിന്നെ അന്ന് അവിടെ വന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നു, കലാഭവൻ മണിയുടെ അനുജന് ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതുപോലെ തന്നെ പെൺകുട്ടികളെ പിന്തള്ളിക്കൊണ്ട് കലാഭവൻ മണിയുടെ അനുജൻ കുച്ചിപ്പുടിയിൽ 1ാം സ്ഥാനം നേടി. അങ്ങനെ ഏറ്റവും അവസാനം കലോത്സവം കഴിയാറ് സമയത്ത് ചിരിയുടെ അനുജൻ, ചിലങ്കയുടെ തോഴൻ, കലാഭവൻ മണിയുടെ അനുജൻ, കലാപ്രതിഭ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ അതിപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ ആ ഒരു പേപ്പർ കട്ടിങ്സ് ഒക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുക നമ്മൾ. അങ്ങനെ ഇതിപ്പോൾ നമുക്കൊന്ന് വിളിച്ച് പറയാനോ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ കയ്യിൽ ഫോണില്ല. ചേട്ടൻ സിനിമാ നടനാണ്, പക്ഷെ ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നൊരു സമയമല്ല, എനിക്കന്ന് ഫോണില്ല, കാരണം പഠിക്കുന്ന വിദ്യാർത്ഥിയാണല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു ഇതിൽ ഇതൊക്കെ പിന്നീട് അറിയിക്കാം, പക്ഷേ ചേട്ടൻ ഇവിടെയുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ അപ്പോൾ ലാസ്റ്റ് ഈ സമ്മാനം വാങ്ങിക്കാതിരിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ ചലച്ചിത്ര നടൻ മുരളി സാറായിരുന്നു സമ്മാനദാനം ചെയ്യാൻ വന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പം ഈ CMS ഓഡിറ്റോറിയത്തിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു ആരവം വരുന്നുണ്ട്, ആരോ വരുന്നു, കുറേ ആൾക്കാർ ഇങ്ങനെ ചിരിക്കുന്നു, കൈയടിക്കുന്നു എന്നൊക്കെ വന്നു. കുറേ കഴിഞ്ഞ് വേദിയിലേക്ക് വന്നപ്പോഴാണ് മണിച്ചേട്ടൻ വന്ന് നിൽക്കുക. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. വേറെ ഒന്നുമല്ല, എനിക്ക് തിരിച്ചു പോകാൻ വീട്ടിലേക്ക് പൈസ ഇല്ല. അപ്പോൾ ചേട്ടനോട് പൈസ ചോദിക്കാവുന്ന സന്തോഷമാണ് ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സംഭവം. പക്ഷേ ആള് ഈ സമ്മാനദാനത്തിൽ അപ്പോൾ എന്നെ അന്ന് ഈ സമ്മാനം കലാപ്രതിഭ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തോളിലൊക്കെ ഏറ്റിയ ആൾക്കാർ രാമ രാജകുമാര, RLVയുടെ രാജകുമാര എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓടിച്ചെന്ന് എന്നെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വട്ടം പിടിച്ച് ചേട്ടൻ ഒരുപാട് നേരം അങ്ങനെ മുറുകി പിടിച്ച് നിന്നു. മുറുകി പിടിച്ച് നിൽക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വീണത് എനിക്കത് ഫീൽ ചെയ്യാം, എൻ്റെ തലയിലേക്ക് വീഴണം ഇങ്ങനെ. അപ്പോൾ ചേട്ടൻ അന്ന് പറഞ്ഞത്, എൻ്റെ അനുജനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞയച്ചത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടൻ്റെ ആ കലോത്സവത്തിന് പോയ കാര്യം ചേട്ടൻ അവിടെ വെച്ച് പറയുകയാണ്. ഞാൻ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എനിക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ വാശിയോട് കൂടിയാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത്. എൻ്റെ അനുജനും അതുപോലുള്ളൊരു വാശി ഉണ്ടാവണം, ആ പോയ മത്സരത്തിൽ വിജയിച്ച് വരാനൊരു ത്രാണിയും ഒരു ഊർജവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ മത്സരത്തിന് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിന്തിരിപ്പിച്ചിരുന്നു, അങ്ങനെ ചെയ്തത്. പക്ഷേ അവൻ എന്നെ മധുരതരമായിട്ട് പകരം വീട്ടാണ് ചെയ്തത്. ഓരോ ദിവസം അവൻ്റെ പേരല്ല പത്രത്തിൽ വന്നത്, കലാഭവൻ മണി, കലാഭവൻ മണി, കലാഭവൻ മണി,
കഴിഞ്ഞ 5 ദിവസമായിട്ട് എനിക്ക് ലൊക്കേഷനിൽ ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. കാരണം അവനെ കാണാനും അവനോട് എന്തൊക്കെ പറഞ്ഞാലാണ് സന്തോഷം വരിക അതൊന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ കലോത്സവ ഭാരവാഹികളോട് പറഞ്ഞ് ഞാൻ ഈ കലോത്സവ വേദിയിലേക്ക് ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ ഈ വലിയൊരു കലാകാരനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിച്ച ആ ഒരു നിമിഷം, അത് എൻ്റെ ജീവിതത്തിലെ ഇന്ന് വരെ ഒരു നിമിഷവും ഞാൻ ചേട്ടൻ തന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ചൂട് അതിന്നും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തൊരു പ്രശ്നമുണ്ടായാലും എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ചേട്ടൻ അന്ന് തന്ന ആ ഒരു മുറുക്കുണ്ട്, അതിന്നും എൻ്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും കലാരംഗത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ നേരത്തെ കുട്ടിക്കാലത്തെടുത്ത പ്രതിജ്ഞയോടൊപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് മിറ്റ് വീണ ആ ചുടുകണ്ണീരിൻ്റെ ചൂട് ഇന്നും എൻ്റെ മൂർധാവിലുള്ളിടത്തോളം കാലം കലാരംഗത്ത് സജീവമായി നിൽക്കാനുള്ള ചേട്ടൻ്റെ ഊർജം ഇന്ന് എനിക്കൊപ്പം ഉണ്ടെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അത് കലോത്സവത്തിൽ മാത്രമല്ല, പിന്നീട് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ MA മോഹിനിയാട്ടം റിസൾട്ട് വന്നപ്പോൾ 1ാം റാങ്കോട് കൂടി ജയിച്ച്, അത് കേരളത്തിലെ തന്നെ ആദ്യത്തെ മോഹിനിയാട്ടത്തിലെ PG കോഴ്സാണ്, വേറെ എവിടെയും ഉണ്ടായിരുന്നില്ല. ആ കോഴ്സിൽ 1ാം റാങ്കോട് വാങ്ങിച്ച് ചേട്ടൻ്റെ മുമ്പിൽ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ പാടിയിൽ വെച്ചിട്ടാണ് ഞാനിത് കൊണ്ട് കൊടുക്കുന്നത്. അദ്ദേഹം ഈ സർട്ടിഫിക്കറ്റും ഒക്കെ നെഞ്ചത്ത് വെച്ച് എനിക്ക് പഠിക്കാൻ കഴിയാഞ്ഞത് നീ നേടി, ഞാൻ ഈ സമയം അങ്ങേയറ്റം സന്തോഷവാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും വെച്ച് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വേദനകൾ, അത് ഞങ്ങൾ കുട്ടിക്കാലത്ത് അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കാർ കൈ കഴുകുന്ന ഭക്ഷണം കഴിക്കുന്ന എച്ചിൽ കൊണ്ടിടുന്ന സ്ഥലത്ത് ഭക്ഷണം വാരി തിന്നത്, അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഓർമ്മകൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ഇത്രയും പരിശ്രമിച്ചെത്തിയിട്ടുള്ളത്. അതിന് ചേട്ടൻ്റെ ആത്മാർത്ഥമായ, അല്ലെങ്കിൽ കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു നെയിമോ അദ്ദേഹത്തിൻ്റെ ഒരു ഫെയിമോ ഒന്നും തന്നെ ഈ ഒരു എളിയ കലാകാരൻ അതിനു വേണ്ടി ഉപയോഗിച്ചില്ല. ഈ ചേട്ടൻ മരിച്ചതിന് ശേഷം ഒരുപാട് മോശമായിട്ടുള്ള വാർത്തകൾ ഞങ്ങളെ ബന്ധത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വഴക്കായി എന്ന് പറയുന്നത് പാടിയിലുണ്ടായ അവസാന നിമിഷങ്ങളിൽ ചില നിമിഷത്തിൽ ഈ കൂട്ടുകാർ വളരെയധികം മിസ്യൂസ് ചെയ്തിരുന്നുള്ള കാര്യം വാസ്തവമാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഇങ്ങനെ അവിടെ അവരൊക്കെ ഇത് കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് അതിനെ ഞാൻ വിലക്കി. ഞാൻ അതായത് ഇനി ഇവിടെ ഇതിങ്ങനെ കഴിക്കരുത്, നിങ്ങൾ ആരും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂട്ടുകാരന്മാരോട് ഞാൻ കുറച്ച് രോഷമായിട്ട് പെരുമാറി, ദേഷ്യപ്പെട്ടു അവരോട്. ആ സമയത്ത് ഈ കൂട്ടുകാരന്മാരും ഒന്നും പറയുന്നത് ചേട്ടന് ഇഷ്ടമല്ല. അപ്പോഴാണ് ചേട്ടൻ, അപ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ആകെ എന്നോട് ചേട്ടൻ ഒന്ന് നീരസത്തിൽ സംസാരിച്ചത് അപ്പം മാത്രമാണ്. അതല്ലാതെ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ അമ്മ, ചേട്ടന്മാർ എല്ലാവരും ഞങ്ങളെ ഒരു ഈർക്കിലെടുത്ത് അടിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കാനോ യാതൊരു തരത്തിലും ഒരു വിഷമം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും കെട്ടുറപ്പോടു കൂടിയാണ് ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഞങ്ങളുടെ മരുമക്കളെയും ഒക്കെ ചേർത്ത് പിടിച്ച് മണിച്ചേട്ടൻ വലിയൊരു പടവൃക്ഷം പോലെ ഞങ്ങൾക്കൊരു തണൽ തന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് മണിച്ചേട്ടൻ. RLVയിൽ ഞാൻ ചേർന്നത് ഞാൻ പറഞ്ഞല്ലോ, മോഹിനിയാട്ടത്തിൽ സ്ത്രീകൾക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ഒരു ക്ലാസ്സിലായിരുന്നു ഞാൻ ചെന്ന് ചേർന്നത്. അവിടുന്ന് എന്താ പറയുക, ഞാൻ ആദ്യം ബേസിക്കലി ഭരതനാട്യമാണ് ഇഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്ന് അഡ്മിഷൻ നമുക്ക് തന്നില്ല. ആ ഒരു ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ഗ്രൂപ്പ് കളഞ്ഞ് KKTM കോളേജിൽ നിന്ന് ഓടി വന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയും പഠിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ കിട്ടിയ സീറ്റിലാണ് പിന്നെ മോഹിനിയാട്ടത്തിന് പഠിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടികളോടൊപ്പം ആ അഭ്യാസക്രമങ്ങൾ നമ്മൾ വളരെ കൃത്യമായി, പ്രത്യേകിച്ച് ഇവിടെ പേടിയുണ്ട്, വീട്ടിൽ നിന്ന് വിട്ടില്ലെങ്കിലോ ഫെയിലായി പോയാലോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ കലയിൽ നിലയുറച്ച് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പഠന കാര്യങ്ങൾ മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇത് വളരെ അഭ്യാസക്രമത്തിൽ രാവിലെ തന്നെ നമ്മൾ 9 മണിയാകുമ്പോഴേക്കും അവിടെ ചെല്ലണം. 9:30 ആകുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ മാറി 10 മണിക്ക് യൂണിഫോം ഇട്ട് ക്ലാസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഈ അടവ് സമ്പ്രദായങ്ങളും കളരി പ്രാക്ടീസുകളും ഈ അടവുകളും ഒക്കെ ചെയ്ത് ഈ ഭരതനാട്യം മാത്രം ചെയ്തിരുന്ന ഈ ശരീരത്തിനെ നമ്മൾ ആ മോഹിനിയാട്ടത്തിന് വേണ്ടുന്ന സാങ്കേതികമായിട്ടുള്ള ചലനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
ചുഴിപ്പുകളും മറ്റും ചെയ്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെ മോഹിനിയാട്ടം എന്നൊരു വിഷയത്തിലേക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു 3rd ഇയർ ആയപ്പോഴാണ് എനിക്ക് മോഹിനിയാട്ടം എന്ന വിഷയം ഇഷ്ടപ്പെടാൻ തന്നെ ഒരു കാരണം ഉണ്ടായത്. അങ്ങനെയാണ് ആ വർഷത്തെ റാങ്ക് നമുക്ക് ലഭിക്കാനുണ്ടായത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. സാധാരണ സ്ത്രീകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് വർക്ക് ചെയ്താലാണ് നമുക്കിതിനൊരു മോഹിനിയാട്ടം എന്ന കലാരൂപം സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അതിന് പ്രത്യേകം ഒരു ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് മോഹിനിയാട്ടം കളിച്ച് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്രേസ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കളരി പ്രാക്ടീസിന് പുറമെ തൃപ്പൂണിത്തറ തന്നെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയുന്ന മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ മകളായിട്ടുള്ള കലാവിജയൻ ടീച്ചറുടെ വീട്ടിൽ പോയിട്ടും നല്ലോണം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് ടൈമിലായിരിക്കും. ഈ സമയത്തൊക്കെ അവിടെയും പോയി പഠിച്ചിട്ടാണ് നമ്മൾ ഈ RLVയിലെ ഒരു മോഹിനിയാട്ട പഠനത്തിൻ്റെ ഭൂരിഭാഗവും നമ്മൾ പഠിച്ചെടുത്തതും അത് നല്ല ഉന്നത വിജയം നേടിയതും. അതിനുശേഷം പിന്നെ ഞാൻ അവിടെ തന്നെ എനിക്ക് തോന്നുന്നു RLVയിലെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് RLV കളരിയിലൊരു മോഹിനിയാട്ടത്തിൽ അഭ്യസിപ്പിക്കുന്നൊരു പുരുഷൻ, ആദ്യമായിട്ടൊരു മെയിൽ ഡാൻസർ അധ്യാപകനായിട്ട് വരുന്ന ഞാനായിരുന്നു. ഒരു 3 വർഷക്കാലം അവിടെ ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം കാലടി സംസ്കൃത സർവകലാശാലയിൽ അധ്യാപകനായിട്ട് പോയി. എനിക്ക് തോന്നുന്നു ഒരു 2007 വരെ കാലടിയിലായിരുന്നു. പിന്നെ 2001-ലായിരുന്നു MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായത്. 2002 MA കഴിഞ്ഞു. 2003, 2005 വരെ ഞാൻ RLVയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കാലടിയിലേക്ക് വന്നു. 2008, 2009 വർഷത്തിൽ ഞാൻ കലാമണ്ഡലത്തിലേക്ക് MPhil PhD ചെയ്യാൻ വേണ്ടി പോയി. അവിടെയും നല്ല രീതിയിൽ തന്നെ പഠിക്കുകയും അവിടെയും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഡ്മിഷൻ തരാതെ ഉള്ള സാഹചര്യങ്ങളുണ്ടായി. അപ്പോഴും ചേട്ടൻ തന്നെയായിരുന്നു നമുക്ക് സഹായത്തിനായിട്ട് വന്നത്. നമുക്ക് MPhilന് അഡ്മിഷൻ കിട്ടാതെ വന്നപ്പോൾ കലാമണ്ഡലത്തിൽ അത് കൂടുതൽ മന്ത്രിസഭയിലേക്കൊക്കെ ആ വിഷയം എത്തിക്കുകയും റിസർവേഷൻ അനുസരിച്ച് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സീറ്റ് വാങ്ങിച്ചു തരികയും അവിടെയും ഞാൻ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ച് അത് ടോപ്പ് സ്കോററായിട്ട് ജയിച്ച് ആ സർട്ടിഫിക്കറ്റും ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ ഈ പഠന രീതിയിൽ പഠിച്ച കാര്യങ്ങളിൽ ആകപ്പാട് കൂടെ എന്താ പറയുക, ഞാൻ ചേട്ടനോട് പറഞ്ഞത് അമേരിക്കയിൽ ഒരു ജോലി വാങ്ങിച്ച് ചേട്ടൻ എനിക്ക് തന്നിരുന്നു. അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് PhD ചെയ്യണമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞത്. അപ്പോൾ അന്ന് ചാലക്കുടി കണിച്ചായിസ് എന്ന് പറഞ്ഞ തിയേറ്ററിലായിരുന്നു സല്ലാപം ഓടിയത്. അപ്പോൾ ഈ അച്ഛനെ കൊണ്ട് സിനിമ കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കടാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് സിനിമ കാണാൻ പോകണ്ടേ, ഒരുപാട് ആൾക്കാരൊക്കെ വരണതല്ലേ, അപ്പോൾ നമുക്ക് ഷർട്ടൊക്കെ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛന് ഞാനൊരു ചെറിയൊരു അച്ഛൻ്റെ ഒരു ഫോട്ടോയിൽ കാണുന്നൊരു ഷർട്ട്, ആ ഒരു ഷർട്ടുള്ള അച്ഛന് ആ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ച് ഷർട്ടൊക്കെ ഇടിച്ച് അച്ഛനെ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. പിന്നെ കൊണ്ടുപോയി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോൾ ഈ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഊരി അതിങ്ങനെ തോളിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് മനോജ് കയ്യൻ മണിച്ചേട്ടനെ തല്ലുന്ന ഒരു സീൻ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ അവിടെ നിന്ന് ചൂടായിട്ട് എഴുന്നേറ്റു. ആളുടെ എൻ്റെ മോനെ തല്ലണേന്നൊക്കെ ചോദിച്ചിട്ട് ആൾ ചൂടായി എഴുന്നേറ്റ്